മനോവ്യസനം അല്ലെങ്കിൽ ഡിപ്രഷൻ, അതിൻ്റെ കാരണങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. ഒരു മനുഷ്യനിൽ ഡിപ്രഷൻ ഉണ്ടാകുവാൻ പല കാരണമുണ്ട്. പാരമ്പര്യമായി മാതാവിനോ പിതാവിനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്രഷൻ അടുത്ത തലമുറയിൽ കൈമാറുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ആ ഡിപ്രഷനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാര്യം ജന്മന ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രകൃതത്തിൻ്റെ കൂടെ മിക്സായാണ് വരുന്നത്. അതുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ ജന്മന ഉള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ പാരമ്പര്യമായുള്ള ഡിപ്രഷൻ, ചില കുടുംബം പാരമ്പര്യമായ ഡിപ്രഷൻ്റെ അഡിക്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ളവർ ഡിപ്രഷനെ ഓവർകം ചെയ്യാൻ കഴിയാതെ വണ്ണം ഡിപ്രഷൻ അത്രത്തോളം മനസ്സിനകത്ത് മിക്സായി സ്വാധീനിക്കപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിക്കകത്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. പക്ഷേ ആ വ്യക്തിക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഈ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ നമുക്ക് സന്തോഷിക്കാൻ തടസ്സമായി മാറും. സന്തോഷം, ഹൃദയാനന്ദം, പരിശുദ്ധാത്മാവിൽ സന്തോഷം, ഇതൊക്കെ ഒരു ദൈവമക്കൾക്ക് ഉള്ള അവകാശവും വാഗ്ദത്വമാണ്. അത് പ്രാപിക്കണം, അത് നാം അനുഭവിക്കണം. അനുഭവിച്ചില്ല എങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ദൈവ രാജ്യത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കണമെന്ന് റോമർക്ക് ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം പറയുന്നു. യേശു കർത്താവ് ആത്മാവിൽ സന്തോഷിച്ചു. അതുമാത്രമല്ല, ഈ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ കുഴപ്പം, നമ്മുടെ ബ്രെയിൻ സെൽസിനകത്ത് അത് അവിടെ നിന്ന് പുറപ്പെടുവിക്കേണ്ട ചില സംഭവങ്ങൾ, ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾ, അതിൻ്റെ നിലവാരം കുറയും, അതിൻ്റെ ക്വാളിറ്റി കുറയും. നമുക്ക് ആകെ മൊത്തത്തിൽ അതൊരു ബുദ്ധിമുട്ടായി മാറുവാൻ ഇടയായിത്തീരും. അങ്ങനെ പല വ്യക്തികളും, രോഗികളും പല വ്യക്തികളും ദൈവിക ആശ്വാസം കൈക്കൊള്ളാൻ കഴിയാതെ വണ്ണം ഹൃദയകാഠിന്യത്തോടു കൂടി ആയിരിക്കുന്ന വ്യക്തികളെ കാണാൻ കഴിയും. യെശയ്യാവിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, സൗഖ്യം പ്രാപിക്കാതെ വണ്ണം അവിടെ ഹൃദയം വേറൊരു തരത്തിലായി കഴിയും. അപ്പോൾ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല, ദൈവിക വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ഡിപ്രഷൻ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൽ നിന്ന് അകന്ന്, ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന് അവർ ദൈവത്തിൻ്റെ പകരം അല്ലെങ്കിൽ അവർ മറ്റെന്തിനെങ്കിലും അഡിക്റ്റ് ആകുന്നുണ്ടായിത്തീരും. ഒന്നിലും മീഡിയ അഡിക്ഷൻ ഉണ്ടാകും, ഇല്ലെങ്കിൽ മറ്റു ലഹരി പദാർത്ഥങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്തവണ്ണം നമ്മൾ മന്ദമായിരിക്കും. ചിലപ്പോൾ നമുക്ക് വേണ്ടും വണ്ണം ദൈവത്തിൻ്റെ നന്മകളെ അനുഭവിക്കാൻ കഴിയാത്തവണ്ണം ഇരിക്കും. അപ്പോൾ ഡിപ്രഷന് പല കാരണമുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞൊരു പാരമ്പര്യമായിട്ട്. 2, ഡിപ്രഷൻ നമ്മുടെ ഏതെങ്കിലും ശാപങ്ങൾ, കേഴ്സ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ കൊണ്ടുവരും. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 2 ഭാഗമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. ഒന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗവും ശാപത്തിൻ്റെ ഒരു ഭാഗവും. അപ്പോൾ അവിടെ ശാപത്തിൻ്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, നീ ചെയ്യുന്ന ചിലത് നീ ചെയ്യുന്നതിൻ്റെ ഫലം മറ്റുള്ളവർ അനുഭവിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കല്യാണം നിനക്ക് കഴിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവർ കല്യാണം കഴിക്കും. അല്ലെങ്കിൽ നീ ചെയ്യുന്ന പല കാര്യങ്ങളും നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നീ അത് ഭയങ്കര കഷ്ടപ്പെടുന്ന, നീ എവിടെ പോയി ജോലി ചെയ്താൽ എവിടെ പോയാലും ആ ഒരു ശാപം നിൻ്റെ മേൽ ഉണ്ടെങ്കിൽ, ആ ശാപം ഉണ്ടെങ്കിൽ അങ്ങനെ അത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം, നന്മകൾ അനുഭവിക്കാൻ കഴിയാതെ വണ്ണം ഭയങ്കരമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കും. എന്നാൽ ഇത് തുടർമാനം ഒരു വ്യക്തിക്ക് സംഭവിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ അധ്വാനിക്കുന്നു, എനിക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല, എനിക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല, എനിക്ക് അതിൻ്റെ മഹത്വം കിട്ടുന്നില്ല, എനിക്ക് നന്മയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, ഇതൊക്കെ ശാപത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കകത്തൊരു ഡിപ്രഷൻ സ്വാധീനിക്കും. കാര്യം എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇതിനൊരു മാറ്റം വരുന്നില്ല? അപ്പോൾ അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ ആവശ്യമുണ്ട്. മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഡിപ്രഷൻ അനുഭവിക്കുന്നെങ്കിൽ കാൽവരിയിൽ യേശു കർത്താവ് നിനക്ക് വേണ്ടി ശാപമായി തീർന്നു. നിന്റെ ശാപത്തെ അവൻ ചുമന്നു മാറ്റി. ആ യേശുവിൻ്റെ രക്തത്താൽ
നിനക്ക് വിടുതലുണ്ട്, പാപമോചനമുണ്ട്, ശാപമോചനമുണ്ട്. എല്ലാ ശാപത്തിൻ്റെ പിന്നിൽ ചില പാപങ്ങൾ കിടപ്പുണ്ടായിരിക്കും, ചില ഡിസബിഡിന് കിടപ്പുണ്ടായിരിക്കും. അവിടെ പറഞ്ഞു, നീ ഈ വചനങ്ങളെ അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം വരും. അപ്പോൾ അനുസരണക്കേട് ഒരു ശാപം കൊണ്ടുവന്നെങ്കിൽ കാൽവരി ക്രൂശിൻ്റെ മരണത്തോളം അനുസരിച്ച യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ ആ ക്രൂശ് മരണത്തിൽ കൂടെ, യേശു കർത്താവ് ആ ക്രൂശ് ചുമന്നതിൽ കൂടെ സകലത്തിനും പരിഹാരം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പാരമ്പര്യപരമായ ശാപം, ഡിപ്രഷനാണെങ്കിൽ യേശു കർത്താവും നിന്നെ അവൻ്റെ രക്തത്താൽ വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള പാരമ്പര്യത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് യേശുവിൻ്റെ രക്തമാണെന്ന് വചനം പറയുന്നു. യേശുവിൻ്റെ രക്തത്താൽ നിനക്ക് മോചനമുണ്ട്. പാരമ്പര്യത്തിൽ നിന്നായിക്കോട്ടെ, അഥവാ അല്ലെങ്കിൽ ഈ ശാപം കാരണം ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലായിക്കോട്ടെ, ആയിരുന്നാൽ പോലും അങ്ങനെയുള്ള മേഖലയിൽ നിന്ന് വിടിവിക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും, യേശുവിന് കഴിയും. യേശുവിൻ്റെ രക്തം നിന്നെ സകല പാപം പോക്കി സകല ശാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ നമുക്ക് ഒരുമിച്ചും. കർത്താവേ, ഈ സന്ദേശത്തെ ഈ കേൾക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്നു. കർത്താവേ, അവരുടെ ഉള്ളങ്ങളിൽ ഭരിക്കുന്ന ഡിപ്രഷൻ യേശുവിൻ നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെ. പാരമ്പര്യമായി വന്നതായിക്കോട്ടെ, പാപം കാരണം അല്ലെങ്കിൽ ശാപം കാരണം വന്നതായിക്കോട്ടെ, അവർ രഹസ്യമായും പരസ്യമായും പാപത്തിൻ്റെ പരിമിത ഫലമായിക്കോട്ടെ, യേശുവിന്റെ രക്തത്താൽ മോചനമുണ്ടല്ലോ കർത്താവേ. ആ ഒരു മോചനം ഉണ്ടാകട്ടെ. ഹൃദയം പ്രകാശിക്കട്ടെ, കണ്ണ് പ്രകാശിക്കട്ടെ, ആത്മമണ്ഡലം തുറക്കട്ടെ, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കട്ടെ. യേശുവിന്റെ രക്തത്താൽ, ഹാബേലിന്റെ രക്തത്താൽ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ ഒരു മോചനം ഉണ്ടാകട്ടെ എന്ന് പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഡിപ്രഷന്റെ ആത്മാവിനെ ഞാൻ ശാസിക്കുന്നു. കർത്താവേ, ഈ വ്യക്തി സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ, ദൈവത്തിന്റെ വിടുതൽ പ്രാപിക്കട്ടെ, ദൈവകൃപയുടെ സ്വാധീനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയത്തോടെ നടക്കുവാൻ, ആത്മാവിന്റെ അഭിഷേകത്തോടെ നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ, ആമേൻ.